സാധാരണ മനുഷ്യരോട് കാണിച്ച ഏറ്റവും വലിയ അനീതിയാണ്. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അവർ ജയിലുകളിൽ ഇത്ര സുഖ സൗകര്യങ്ങൾ കൊടുത്തിട്ട് ഈ വേതന വർധനം കൂടെ നടപ്പിലാക്കുന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ സംസ്ഥാനത്തെ ജയിലുകളിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്ന CPM ആൾക്കാരെ കൊന്നും വെട്ടിയും 61 പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടിയും വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്ത്രീകൾക്കൊപ്പമല്ല കുറ്റവാളികൾക്കൊപ്പമാണ് അല്ലേ? ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾക്കും കൊലയാളികൾക്കും പിടിച്ചുപറിക്കാർക്കും ഒപ്പമാണ് പിണറായി എന്ന്. അയ്യപ്പന്റെ ഒരെണ്ണം രക്ഷപ്പെടൂല. ജയിലുകളിലെ കുറ്റവാളികൾക്ക് ദിവസവേതനം, അതായത് അവിടെ ജോലി ചെയ്യുന്നതിന് ഒരു കൂലി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അത് ചരിത്രത്തിലാദ്യമായി 10 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് പിണറായി സർക്കാരിൻ്റെ വികസനം. ഇതായിരുന്നു പിണറായി സർക്കാരിൻ്റെ വികസനമെങ്കിൽ സാധാരണക്കാർക്ക് വോട്ടിടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരോടുള്ള സർക്കാരിൻ്റെ ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും സാധനങ്ങൾക്ക് വില കൂടി നിൽക്കുകയും അല്ലെങ്കിൽ ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് ജീവിക്കാനായിട്ട്. ആ അവസരത്തിൽ ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ജയിലുകളിലെ കുറ്റവാളികൾക്ക് ദിവസവേതന കൂലി 10 മടങ്ങ് വർദ്ധിപ്പിച്ച സർക്കാരിൻ്റെ ഈ പ്രവൃത്തിയാണോ വികസനമെന്ന് നമുക്ക് സാധാരണക്കാരോട് തന്നെ ചോദിക്കാം. കാരണം അവരല്ലേ ഈ സർക്കാരിനെ വീണ്ടും രണ്ടാമതും അധികാരത്തിലെത്തിച്ചത്. അപ്പം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അവരായിരിക്കും ഇതിന് കറക്റ്റ് ഉത്തരം പറയേണ്ട ആൾക്കാർ. എന്താണ് ചേട്ടാ അതിനെക്കുറിച്ച്? സർക്കാർ ഇതാണോ വികസനം എന്ന് പറയുന്നത്? ഇത് വികസനത്തിന്റെ ഒരു ഭാഗം തന്നെ. വികസനത്തിന്റെ ഒരു ഭാഗം തന്നെ. കള്ളന്മാര് സൂയിക്കട്ടെ എന്നുള്ളതാണ്. ശമ്പളം അല്ല വേറെ ഒന്നും സൂയിക്കട്ടെന്ന്. അപ്പൊ അതിനർത്ഥം കള്ളന്മാർ നാട്ടിൽ കൂടുതൽ ഉണ്ടാകട്ടെ കൂടട്ടെ. വികസനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വികസനമാണ്. ആണ്. അതെന്താ അങ്ങനെ? അതൊരു വികസനമാണ്. സർക്കാർ തീരുമാനിക്കുന്ന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ്. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ്. അതിന് കുറേ പേരുണ്ട്, എതിർത്ത് തുലയ്ക്കാൻ വേണ്ടി കുറേ പേരുണ്ട്. സാധാരണ മനുഷ്യരോട് കാണിച്ച ഏറ്റവും വലിയ അനീതിയാണ്. ജയിലെന്ന് വെച്ചാൽ കുറ്റവാളിയെ കുറച്ച് അനുഭവിപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംരംഭമാണ്. അവിടെ അവന് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് അവിടെ സപ്രമന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇത് ചെയ്യുന്നത്. 10 മടങ്ങാണ് വർദ്ധിപ്പിച്ചേക്കുന്നത്. ഏറ്റവും വലിയ സാധാരണ പാവപ്പെട്ട മനുഷ്യരോട് കാണിച്ച ഏറ്റവും വലിയ അനീതിയാണ്. ഇതേ കണക്കിലുള്ള അനീതിയാണ് ഈ ഗവൺമെന്റ് പല ഭാഗത്തും ചെയ്യുന്നത്. അല്ല, ഇപ്പൊ ഒരാളിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് ഇപ്പൊ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണ്. സർക്കാർ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. പക്ഷെ ഇതൊക്കെ ഏറ്റവും വലിയ സാധാരണ മനുഷ്യരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയും ദ്രോഹമാണ്. അതെ, കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. എല്ലാ തരത്തിലും ശിക്ഷിക്കപ്പെടണം. ഈച്ച് ആൻഡ് എവരി പോയിന്റ്സ് ആണ് ശിക്ഷിക്കപ്പെടണം. ഇതിപ്പോ എല്ലാവർക്കും തെറ്റ് ചെയ്ത് ജയിലിൽ പോകാനല്ലേ തോന്നുള്ളൂ. അതെ, ചുമ്മാ ഇരിക്കണമെങ്കിൽ ആരെങ്കിലും നെഞ്ചിൽ കത്തിയെടുത്ത് കുത്തി അവന് ജയിലിൽ പോവാൻ ഡെയിലി 550-560 രൂപ വരെയാണ് സാലറി ഇപ്പോൾ. അവർക്ക് ക്ഷേമ ബോർഡും പിന്നെ PF-ഉം ESA ഒക്കെ കൂടെ അനുവദിക്കണം. അതോടുകൂടി സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് അല്ലേ? കാരണം സാധാരണക്കാർക്ക് നിന്ന് തിരിയാൻ ജോലിയില്ല, ശമ്പളം ഇല്ല. ജയിലിൽ കിടക്കണവന് ഒറ്റയടിക്ക് 10 മടങ്ങാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇനി PF-ഉം ബോർഡും കമ്മീഷനും കൂടെ വയ്ക്കണം. വർഷം പെൻഷനും കൂടെ കൊടുക്കണം. വേദന അവരെ ഇപ്പൊ പണ്ടത്തെ മാതിരിയാണോ ജീവിക്കാനൊക്കെ? അല്ല, എന്നാലും ജയിലുകളിലുള്ളവർ മാത്രം പോയാലും ഒരു അതല്ലേ ഒരു ജയിലിൽ ഇറങ്ങി വരാച്ചാലും ഒരു കുറച്ച് പൈസ ഇങ്ങനെ കയ്യിലുണ്ടെന്നുണ്ട്. അല്ല, അതിൽ കുറ്റവാളികൾക്കാണോ ഇങ്ങനെ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. സർക്കാരിന്റെ നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാണ് സർക്കാർ ഇത് പറയുന്നത്. പക്ഷേ സാധാരണക്കാരനോ സർക്കാർ കാണുന്നില്ലല്ലോ. അതെ, നമ്മള് കൂലിപ്പണിയെടുത്ത് നടക്കുന്ന ആൾക്കാരെ സർക്കാർ കാണുന്നില്ലല്ലോ. ഇല്ല, ജയിലുകളിലുള്ളവരെ നമുക്ക് അതായത് എപ്പോഴും ഏത് സർക്കാർ വന്നാലും ഈ ഭരണത്തിൽ ഇരിക്കുന്നവരുടെ സഹായത്തിന് വേണ്ടിയിട്ട് അവര് അതിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കും. അല്ലേ? ഈ നമ്മളെപ്പോലെ സാധാരണക്കാരൻ കണ്ണീരും കയ്യുമായിട്ട് ഇങ്ങനെ നടക്കുന്നു. ഇവര് പറയുന്നത് ഇത് ഉന്നതിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണെന്ന്. അതെങ്ങനെ? കേരളം ഏറ്റവും വലിയ കടക്കണിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അതെ, അപ്പൊ അവരെ പിന്നെ മകളും മകനും അവരെ കുടുംബവും മാത്രം രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരെല്ലാം ഇന്നും കണ്ണീരും കഷ്ടത്തിലാണ് കഴിയുന്നത് തന്നെ. അപ്പൊ ഇതിന് മറുപടി എങ്ങനെ പറയുന്നത്? വോട്ടിലൂടെയാണ് പ്രതികരിക്കേണ്ടത്. അതാണ് എന്റെ സത്യം. അതെ, മാത്രമല്ല ഇപ്പോ ജയിലുകളിൽ ഇങ്ങനെ ഒരു വർധനമെന്ന് പറയുമ്പോൾ
കൊല ചെയ്യാൻ അല്ലെങ്കിൽ ആളുകൾക്ക് ഞാൻ പറയട്ടെ, ഈ ലോകത്ത് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ജനങ്ങള് പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്നു, മറ്റുള്ള എല്ലാം നടക്കുന്നുണ്ട്. സ്വാഭാവികം, മനുഷ്യ സഹജം. ഒരു ആണുണ്ടെങ്കിൽ ഒരു പെണ്ണുണ്ടാവും, ഒരു പരിശ്രമങ്ങളുണ്ടാവും. ശബരിമല അയ്യപ്പന്റെ ഒരേ ഒരു കാര്യമുള്ളൂ. തീർച്ചയായിട്ടും ആ കാര്യത്തിന് എന്താ ഇവര് ഈ പത്രക്കാരെല്ലാം കൂടെ പിന്നെ ഇവനെ പൊക്കിക്കൊണ്ട് നടക്കണം? ഇതിനെന്താ പറയാത്ത? അത് ഈ അയ്യപ്പന്റെ ഒരെണ്ണം രക്ഷപ്പെടൂല. പിണറായി ഉൾപ്പെടെ വെള്ളം ഇറങ്ങാൻ അതിന് യാതൊരു സംശയവുമില്ല. ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ സംസ്ഥാനത്തെ ജയിലുകളിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്ന CPM-മാരാണ്. ആൾക്കാരെ കൊന്നും വെട്ടിയും 61 101 വെട്ടിയും കിടക്കുന്ന CPM-മാർക്ക് വേതനം കൂട്ടി കൊടുക്കുക എന്ന ഏറ്റവും നല്ല കാര്യം. ഈ ഗവൺമെൻറ് തുലഞ്ഞടുങ്ങാൻ പോകുന്ന സമയമാണല്ലോ. ഇനി ഒരു ഗവൺമെൻറ് വരൂല CPM ഇനി ഒരു ഇടതു ഗവൺമെൻറ് ഈ സംസ്ഥാനത്ത് കണി കാണത്തില്ല. അപ്പോൾ അവസാനമായി ജയിലിൽ കിടക്കുന്ന അവരുടെ കൊലയാളികൾക്കുൾപ്പെടെ വലിയ വേതനം കൊടുത്തത് എന്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു? കാര്യം പെൻഷനും കൊടുക്കാൻ കാര്യം 55 വയസ്സ് കഴിഞ്ഞ ജയിലിൽ കഴിയുന്നവർക്ക് പെൻഷൻ ഉൾപ്പെടെ കൊടുക്കുന്നതും ഈ ഗവൺമെൻറ് ചെയ്യും, എന്തും ചെയ്യും. അതായത് തെമ്മാടികൾക്കും കുറ്റക്കാർക്കും കൊള്ളക്കാർക്കും വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് തെളിയിച്ചതിൻ്റെ അവസാനം. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാകുന്നത് നമ്മുടെ ആശാവർക്കന്മാർ പെണ്ണുങ്ങൾ കുറച്ച് ഒരു വർഷത്തോളം സമരം ചെയ്യും. അവർക്ക് 50 രൂപ കൂട്ടി കൊടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായില്ല. മനസ്സിലായില്ലേ? ഇവിടെ എത്രയോ PSCയിൽ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് എത്രയോ പേര് ആ റാങ്ക് ലിസ്റ്റ് ഒരു മാസം ഒന്ന് നീട്ടിക്കൊടുത്തെങ്കിൽ എത്രയോ പേര്. അപ്പോൾ ഇതിനൊന്നും തയ്യാറല്ല. 100 കണക്കിന് സ്ത്രീകൾ ഇവിടെ മഴ നനഞ്ഞും വെയിൽ കൊണ്ടും ഇവിടെ ആശാ വർക്കർമാർ സമരം ചെയ്തിട്ട് അവർക്ക് 100 രൂപ കൂട്ടി കൊടുക്കാൻ കഴിയാത്ത ഈ പിണറായി സ്ത്രീകൾക്കൊപ്പമല്ല, കുറ്റവാളികൾക്കൊപ്പമാണ്. അല്ലേ? ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾക്കും കൊലയാളികൾക്കും പിടിച്ചുപറിക്കാർക്കും ഒപ്പമാണ് പിണറായി എന്ന് തെളിയിക്കുന്നതാണിത്. എന്തുകൊണ്ട് പിണറായിക്ക് യോജിക്കുന്നതാണ്. പിണറായിയുടെ കിരീടത്തിൽ ഒരു പൊൻതൂവലായിരിക്കും ഇതിന്. അതെ, അവർ പറയുന്നത്, സർക്കാർ പറയുന്നത് നമ്മുടെ അന്യ സംസ്ഥാനങ്ങൾ അവിടെയൊക്കെ അപേക്ഷിച്ച് കേരളത്തിലാണ് ജയിലുകളിൽ വേതനം കുറവെന്ന്. അത് മാത്രമേ കണ്ണിപ്പെട്ടുള്ളൂ എന്നുള്ളതാണ്. വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ തമിഴ്നാട് ചെയ്യുന്നുണ്ട്. അതാണ് 10 വർഷക്കാലം ഭരിച്ചപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം. അതിൽ ഏറ്റവും നല്ല ഉപമ എന്ന് പറയുന്നതും ഈ ആശാ വർക്കർമാർ സമരത്തിലാണ്. ഇവിടുത്തെ പൊതുസമൂഹം ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇടതുപക്ഷക്കാർ പോലും അനുകൂലിച്ചതാണ് ആശാ വർക്കർമാരുടെ ദയനീയമായ സാഹചര്യം. അവർ രാവിലെ ഇറങ്ങി സമയമില്ല, സമയം നോക്കി ജോലി ചെയ്യുന്നവരല്ല. നമ്മുടെ ആരോഗ്യരംഗത്ത് അവർ നടത്തുന്ന സേവനത്തെ പോലും കാണാൻ കഴിയാതെ ഈ കുറ്റവാളിക്കും കൊലയാളികൾക്കും അവർക്ക് വേതനം കൊടുത്ത് ഒരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന സഖാക്കൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ലക്ഷപ്രഭുക്കളായി വരാനുള്ള ഒരു സ്കീമാണ് നടപ്പാക്കിയത്. എല്ലാ അഭിവാദ്യങ്ങളും പിണറായി വിജയന് നേരുകയാണ്. പെൻഷനും കൂടെ കൊടുക്കണമെന്നാണ് പലരും പറയുന്നത്. തീർച്ചയായിട്ടും കാര്യം ഇനി 2 മാസം കൂടി ഉണ്ടല്ലോ. അപ്പോൾ 2 മാസത്തെ ഭരണം കൊണ്ട് അവസാന ക്യാബിനറ്റിൽ മിക്കവാറും പെൻഷനും കൂടി അനുവദിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഏറ്റവും 90% ഇടതുപക്ഷക്കാരാണ്. അവിടെ കോൺഗ്രസ്സുകാരും മറ്റുള്ളവരും ജയിലിൽ കുറവാണ്. പണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ കയറിയാണ് കോൺഗ്രസ്. ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ജയിലിൽ കയറി സ്വാതന്ത്ര്യം. പക്ഷെ ഇപ്പൊ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കിടക്കുന്നവരല്ലല്ലോ. പാർട്ടിക്ക് വേണ്ടി വെട്ടിയും കുത്തിയും കൊന്നും ഒക്കെ കഴിയുന്നവരാണ്. വേണ്ടപ്പെട്ടവർക്ക് പരോൾ അനുവദിക്കുന്നുണ്ട് പെട്ടെന്ന്. പരോൾ അനുവദിക്കുമ്പോൾ പരോൾ കാലത്ത് പോലും ജോലി ചെയ്തെന്ന് പറഞ്ഞ് ചിലപ്പോൾ ശമ്പളം കൊടുക്കും. ഇനിയിപ്പോ അതാവാം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഗവൺമെന്റ് എല്ലാ കൊണ്ടും ഇതൊരു വലിയ അഭിവാദ്യം അർപ്പിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം പാവങ്ങൾക്ക് പട്ടിണിക്കാർക്കും ഒരു ഗുണമില്ലെങ്കിലും കൊള്ളക്കാർക്കും കൊലപാതകങ്ങൾക്കും പിടിച്ചുപറിക്കാർക്കും ഒക്കെ ജയിലിൽ സുഭിക്ഷമായ ഭക്ഷണവും സൗകര്യങ്ങളും നല്ല ശമ്പളവും കിട്ടും. എല്ലാവിധ അഭിവാദ്യങ്ങളും പിണറായിക്കാർക്ക്. സാധാരണ ജനങ്ങൾക്ക് ഇത് ഏറ്റവും വലിയ ജീവിത സാഹചര്യങ്ങൾ ദുഷ്കരമായിരിക്കുന്ന സമയത്താണ് അവർ ജയിലുകളിൽ ഇത്ര സുഖ സൗകര്യങ്ങൾ കൊടുത്തിട്ട് ഈ വേതന വർധനം കൂടെ നടപ്പിലാക്കുന്നത്. ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഇത് വെച്ചത്. തീർച്ചയായിട്ടും ജനങ്ങളോട് കാണിക്കുന്ന, സാധാരണക്കാരോട് കാണിക്കുന്ന ഒരു എന്തു പറയാനായിട്ട്, സാധാരണക്കാർ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ, പുറത്ത് കിടന്ന് അവർ ജീവിതത്തിനും ജീവിക്കാനും വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ജയിലുകളിൽ കിടക്കുന്നവർക്ക് വേതനം കൂട്ടുക എന്ന് പറയുമ്പോൾ തീർച്ചയായും ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. ഇനി പെൻഷനും കൂടെ ഒക്കെ കൊടുക്കാനുള്ളതായിരുന്നു അല്ലേ? സൗകര്യം കൂടെ. അതെ. അപ്പൊ ഇത് സർക്കാർ പറയുന്നത്, ഇതിനെ അവർ ചോദിക്കുമ്പോൾ പറയുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ ജയിലുകളിലുള്ള വേതനം ഇതിലും കൂടുതലാണ്, അപ്പം നമ്മൾ ഇത്രയെങ്കിലും കൊടുക്കേണ്ടത്, അപ്പം മറ്റൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. ഓരോ കുറ്റങ്ങൾ ചെയ്ത് ജയിലിലേക്ക് തടവ് ശിക്ഷ അനുഭവിക്കുന്നവർക്കാണ് ഈ സുഖ സൗകര്യങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള ചിന്തിക്കണം. സാധാരണ ജനങ്ങളുടെ നികുതി പണം വിനിയോഗിച്ചുകൊണ്ടാണ്
ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും കൂടെ നമ്മൾ അത് ഓർക്കേണ്ട കാര്യങ്ങളാണ്. അതെ, ഇത് സർക്കാർ ഓർത്തിരുന്ന നന്നായി. എനിക്കതിനോട് ചോദിക്കാൻ ഒട്ടും കഴിയില്ല. കാര്യം എന്ന് വെച്ചാൽ 10 മടങ്ങ് എന്തിനാ, 1 മടങ്ങ് വർദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. അവര് തെറ്റ് ചെയ്തിട്ടാണ് അതിനകത്ത് കിടക്കുന്നത്. പിന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഇത് ജനങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ ഒരു പ്രോത്സാഹനമാകാണ്. അതെ, പ്രോത്സാഹനം തന്നെയാണ്. അതുകൊണ്ട് ഇത് നടപ്പാക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. കാരണം ക്രൈം ചെയ്തിട്ടാണ്, കൊലപാതക കുറ്റവും ബലാത്സംഗ കേസുകളും ചെയ്തിട്ടാണ് ജയിലിൽ പോയി കിടക്കുന്നത്. അവരെ കൂടുതൽ സാമ്പത്തികവും വീണ്ടും അത് പ്രേരിപ്പിക്കുകയും ജയിലിൽ നിന്ന് പരവളിൽ നിന്ന് ഇറങ്ങി വീണ്ടും ആ പണികൾ ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ ശ്രമിക്കും. അതെ, പൈസ കിട്ടുമല്ലോ. അതെ, ഇനിയിപ്പോ പേടിക്കണ്ട. ആ ഒരു മോട്ടീവ് ചെലവില്ല. ജോലി ചെയ്യണ പൈസ അത്രയും കയ്യിൽ കിട്ടും. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഞാൻ വേറൊന്നും പറയല്ല, ഈ ഗവൺമെന്റ് ക്രിമിനൽ കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതെ, അതാ TP ചന്ദ്രശേഖരന്റെ വധക്കേസുമായിട്ട് ഇപ്പോഴും പരോള് കൊടുത്തിരിക്കുന്നു. അതെ, അവർക്ക് പ്രത്യേക പരോളാണ്. എന്താണ് അതിന്റെ ആവശ്യം? അപ്പൊ ഇതെല്ലാം ഒരു ഡിസ്ക്രിമിനേഷനാണ്. അതായത് അവരവരെ ആളുകളെ അവരെ സംരക്ഷിക്കുക, ബാക്കിയുള്ളവരെങ്ങനെ പോട്ടെന്നുള്ളതാണ്. പൊതുവായ ഒരു താല്പര്യം അല്ല ഈ ഗവൺമെന്റിൻ്റേത്. പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. സ്വന്തം എന്ത് കാര്യങ്ങൾ ചെയ്തത്? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ എന്ത് നടക്കുന്നുണ്ട്? എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞു, 2000 കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടോ? എത്ര മാസം കൊടുക്കും ഇത്? 1 കൊല്ലം 2 കൊല്ലം എന്താ ഉണ്ടായിരുന്നത്? അതിപ്പോൾ അരിയറായിട്ട് കിടക്കുകയാണ്. അപ്പം ഒരു ഗവൺമെൻറ് ചെയ്യുന്നത് കുറ്റങ്ങളെ കണ്ടുപിടിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ ബലാത്സംഗ കേസിൽ 5 പ്രതികളുണ്ട്. 5 പ്രതികൾ, മുകേഷ് അടക്കം, P ശശി അടക്കം 5 പ്രതികൾ ഇന്ന് ഈ നിയമസഭയിലുണ്ട്. അതെന്താ അതിന് നടപടി എടുക്കാത്തത്? മുകേഷിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ആശുപത്രിയുടെ കേസ് കൊണ്ട് മരുന്നില്ല. അതെ, 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 കാരുണ്യ പദ്ധതി നിർത്തലാക്കി. പിന്നെ എന്ത് വികസന പ്രവർത്തനമാണ് ചെയ്യുന്നത്? 100 വികസനങ്ങളെന്നാണ് പറയുന്നത്. ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടിയും വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ, ഇപ്പൊ തന്നെ 1 കോടി രൂപ വരെ വണ്ടിയാണ് എത്തത്. ഇയാൾക്ക് പോകാൻ ഇത്രയും ഈ ആളുകൾ പട്ടിണി പരിവട്ടമായി കിടക്കണ എന്തിനാണ് ഈ 1 കോടി രൂപ വരെ വണ്ടി? അപ്പൊ ഇതെല്ലാം നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ കറുത്ത ഉടുപ്പിട്ട അത് കറുപ്പ് കരിങ്കൊടി എന്ന് പറയും. പക്ഷെ പുള്ളിക്ക് കറുത്ത കാറിൽ പോകാൻ കുഴപ്പമില്ലെന്ന് കാറിലെന്നുള്ളതല്ല. അവർ ഇയാൾ ചെയ്യുന്ന ഈ 5 വർഷം കൊണ്ട്, കഴിഞ്ഞ 5 കൊല്ലം വലിയ കുഴപ്പമില്ലായിരുന്നു. അതെ, അതെ, ഇതിന്റെ ഈ രണ്ടാമത്തെ ഈ 5 കൊല്ലം വളരെ മോശം പ്രകടനമാണ് കണ്ടത്. സ്വന്തം പാർട്ടിക്കാർ പോലും തള്ളി പറയുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും. അയാള് അയാളുടെ സ്റ്റേറ്റ് എന്ന് പറയും പോലെ ലൂയി 14 പന്ത് പറഞ്ഞിട്ടില്ലേ, അയാൾ സ്വന്തമായി തീരുമാനിക്കുന്നു, അയാൾ നടപ്പാക്കുന്നു. തീർച്ചയായിട്ടും. അത് ശരിക്കും പറയുകയാണെങ്കിൽ അയാൾ ഒരു കുടുംബാധിപത്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത മരുമാനെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ജനങ്ങളെ പേരിലുള്ള കംപ്ലീറ്റ് പൈസ പിരിച്ചു പിറക്കി ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം കുടുംബത്തിന് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മോളുടെ ഒരു കേസുണ്ടല്ലോ, ഒന്നും ആയില്ലല്ലോ. ആ കേസ് ലാവലിൻ കേസ് അവിടെ പോയി. അപ്പോൾ BJPയും ഇവരുമായിട്ട് ഒത്തുകളിയാണ്. നിങ്ങളോ ഞാനോ എന്തെങ്കിലും ഈ ക്രൈം ചെയ്താലേ അകത്ത് കിടക്കും. അതെ, അതെ,